നമസ്കാരം കൂട്ടുകാരെ. ജൂൺ 5-ന് നട്ട ചെടികൾക്ക് പിന്നെ എന്ത് സംഭവിക്കുന്നു? ഒരു ദിവസം മാത്രം ജീവിക്കുന്ന പരിസ്ഥിതി സ്നേഹമോ? ഒരു കാര്യം നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ വർഷവും ജൂൺ 5 വരുമ്പോൾ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഓഫീസുകളിലും വലിയ ആഘോഷമാണ് ലോക പരിസ്ഥിതി ദിനം. പ്രധാന അധ്യാപകൻ വരും, അതിഥികൾ വരും, കുട്ടികൾ വരിയായിട്ട് നിൽക്കും, ഫോട്ടോഗ്രാഫർമാർ തയ്യാറാകും, ഒരു ചെറിയ കുഴി കുഴിച്ചൊരു ചെടി നട്ടുപിടിപ്പിക്കും, എല്ലാവരും കൈയടിക്കും, ഫോട്ടോ എടുക്കും, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും വരും. പക്ഷേ അടുത്ത ദിവസം ആ ചെടിക്ക് വെള്ളം കൊടുത്തോ? ഒരാഴ്ച കഴിഞ്ഞ് അത് ജീവനോടെ ഉണ്ടായിരുന്നോ? ഒരു മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു? അല്ലെങ്കിൽ ആ ചെടി വെറും ഒരു ഫോട്ടോയുടെ പശ്ചാത്തല വസ്തുവായി മാത്രമായിരുന്നോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ചെടിയെക്കുറിച്ചല്ല, ഒരു സമൂഹത്തിന്റെ ശീലത്തെക്കുറിച്ചാണ്. വർഷം തോറും ആവർത്തിക്കുന്ന ഒരു ചടങ്ങിനെ കുറിച്ചാണ്. ജൂൺ 5-ന് നട്ട ചെടികൾ ശരിക്കും മരങ്ങളായി വളരുന്നുണ്ടോ? അതോ അവ വെറും ചടങ്ങുകൾക്കായി മാത്രമുള്ള പച്ച നിറമുള്ള പ്രോപ്പർട്ടികൾ മാത്രമാണോ? ഒരു നിമിഷം നിങ്ങൾ ആ ചെടിയാണെന്ന് സങ്കല്പിക്കൂ. ജൂൺ 5-ാം തീയതി രാവിലെ പെട്ടെന്ന് എല്ലാവരും നിങ്ങളെ ചുറ്റിപ്പറ്റുന്നു. മണ്ണിലൊരു കുഴി, ചുറ്റും ക്യാമറകൾ, കുട്ടികളുടെ കയ്യടി, പ്രസംഗങ്ങൾ, വലിയ വാഗ്ദാനങ്ങൾ. ഇതാണ് ഭാവിയുടെ നിക്ഷേപം. ഈ ചെടിയാണ് നാളത്തെ ശ്വാസം. ഓരോ കുട്ടിയും ഒരു മരം വളർത്തണം. നിങ്ങൾ വിചാരിക്കും, വാവ്, വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. പക്ഷേ ചടങ്ങ് കഴിഞ്ഞു, ആളുകൾ പോയി, ക്യാമറ ഓഫായി, പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്തു. അവിടെ നിന്നാണ് നിങ്ങളുടെ യഥാർത്ഥ പരീക്ഷണം തുടങ്ങുന്നത്. കാരണം ഒരു ചെടിയെ നട്ടുപിടിപ്പിക്കുന്നത് വളരെ എളുപ്പമാണ്, എന്നാൽ അതിനെ ജീവിപ്പിക്കുക എന്നതാണ് യഥാർത്ഥ ഉത്തരവാദിത്തം. നമ്മുടെ സമൂഹത്തിൽ പ്രത്യേക ഒരു സ്വഭാവമുണ്ട്. നമുക്ക് തുടക്കം ഇഷ്ടമാണ്, ഉദ്ഘാടനം ഇഷ്ടമാണ്, റിബൺ മുറിക്കുന്നത് ഇഷ്ടമാണ്, ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ പരിപാലനം പലപ്പോഴും ആരുടെയും ഉത്തരവാദിത്തമല്ല, ആകാറില്ല. ഒരു സ്കൂളിൽ 100 ചെടികൾ നട്ടേക്കാം, പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് അവയിൽ എത്ര എണ്ണം ജീവനോടെ ഉണ്ടാകും? ആ ചോദ്യം ചോദിക്കാൻ നമ്മൾ പലപ്പോഴും മറക്കുന്നു. കാരണം വിജയത്തിന്റെ അളവുകോൽ നമ്മൾ തെറ്റായിടത്താണ് വെച്ചിരിക്കുന്നത്. 100 ചെടികൾ നട്ടു എന്നതാണ് വാർത്ത, പക്ഷേ 10 മരങ്ങൾ വളർന്നു എന്നത് പലപ്പോഴും വാർത്തയാകുന്നില്ല. വാസ്തവത്തിൽ ഒരു മരം വളർത്തുന്നത് 100 ചെടികൾ നട്ടതിലും വലിയ നേട്ടമാണ്. ചിലർക്ക് ഇപ്പോൾ ഈ വീഡിയോ കേട്ട് തോന്നാം, അപ്പോൾ ചെടി നട്ടുപിടിപ്പിക്കുന്നത് തെറ്റാണോ? അല്ല, ഒരിക്കലും അല്ല. ചെടി നട്ടുപിടിപ്പിക്കുന്നത് അത്യാവശ്യമാണ്. പക്ഷേ ഒരു ദിവസം മാത്രം പരിസ്ഥിതി ഓർക്കുകയും ബാക്കിയുള്ള 364 ദിവസവും മറക്കുകയും ചെയ്യുന്നത് പ്രശ്നമാണ്. പരിസ്ഥിതി സംരക്ഷണം ഒരു ദിവസത്തെ പരിപാടിയല്ല, അത് ഒരു വർഷം മുഴുവൻ നീളുന്ന ശീലമാണ്. ഒരു കുട്ടിക്ക് ഒരു ചെടി നൽകി ഇത് നിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞാൽ ആ കുട്ടി പ്രകൃതിയെ പഠിക്കും. പക്ഷേ വെറും ഫോട്ടോ എടുത്ത് പോയാൽ കുട്ടി പഠിക്കുന്നത് മറ്റൊന്നായിരിക്കും. അവൻ പഠിക്കുന്നത് പ്രധാനപ്പെട്ടത് ജോലി ചെയ്യുന്നതല്ല, ജോലി ചെയ്തതായി കാണിക്കുന്നതാണ് എന്ന സന്ദേശമായിരിക്കും. ഒന്ന് സങ്കല്പിക്കൂ, ജൂൺ 5-ന് നട്ട ചെറിയ ഒരു ചെടി സംസാരിക്കുന്നു. അത് നമ്മളോട് സംസാരിക്കുന്നു. എന്നെ നട്ട ദിവസം നിങ്ങൾ എല്ലാവരും വന്നിരുന്നു, എന്നോടൊപ്പം ഫോട്ടോ എടുത്തിരുന്നു, എന്നെ ഭാവിയുടെ പ്രതീക്ഷ എന്ന് വിളിച്ചിരുന്നു. പിന്നെ ഞാൻ ദാഹിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ വേനലിൽ ഉണങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഒരു പ്ലാസ്റ്റിക് കുപ്പി എൻ്റെ വേരിന് സമീപം കിടന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? എന്നെ രക്ഷിക്കാൻ ഒരു മിനിറ്റ് പോലും ഇല്ലാതിരുന്നവർ, എന്നെ നട്ട ദിവസം ഇത്ര വലിയ പ്രസംഗങ്ങൾ എന്തിനായിരുന്നു? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ നമ്മളിൽ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. യഥാർത്ഥത്തിൽ പരിസ്ഥിതി ദിനം ജൂൺ 5 മാത്രമല്ല. ഒരു കുട്ടി തൻ്റെ ചെടിക്ക് വെള്ളം കൊടുക്കുന്ന ദിവസം പരിസ്ഥിതി ദിനമാണ്. ഒരു അധ്യാപകൻ ഒരു വർഷം കഴിഞ്ഞും ആ ചെടി പരിശോധിക്കുന്ന ദിവസം പരിസ്ഥിതി ദിനമാണ്. ഒരു സ്കൂൾ പഴയ ചെടികൾ ജീവനോടെ ഉണ്ടോ എന്ന് കണക്കിലെടുക്കുന്ന ദിവസം പരിസ്ഥിതി ദിനമാണ്. ഒരു മനുഷ്യൻ ഒരു മരം മുറിക്കാതിരിക്കാൻ തീരുമാനിക്കുന്ന ദിവസം പരിസ്ഥിതി ദിനമാണ്. അതാണ് യഥാർത്ഥ ആഘോഷം. കാരണം പ്രകൃതി പ്രസംഗങ്ങൾ കേട്ട് വളരുന്നില്ല, പരിപാലനം കൊണ്ടാണ് വളരുന്നത്. അടുത്ത ജൂൺ 5-ന് ഒരു ചെടി നട്ടുപിടിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം മാത്രം ചോദിക്കൂ. ഈ ചെടിയോടൊപ്പം ഞാനൊരു ഫോട്ടോ എടുക്കണോ, അതോ ഒരു ബന്ധം ആരംഭിക്കണോ? കാരണം ചെടി നട്ടുപിടിപ്പിക്കുന്നത് ഒരു മിനിറ്റിന്റെ ജോലി മാത്രമാണ്, പക്ഷേ ഒരു മരം വളർത്തുന്നത് വർഷങ്ങളുടെ പ്രതിബദ്ധതയാണ്. ജൂൺ 5-ന് നട്ട 1000 ചെടികളിൽ നിന്ന് ഒരു മരം പോലും ജീവിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ചടങ്ങിന്റെ വിജയമല്ല, അത് ഉത്തരവാദിത്തത്തിന്റെ വിജയമാണ്. അതിനാൽ ഈ വർഷം ഒരു ചെടി നട്ടാൽ മതി എന്നല്ല, അത് അടുത്ത ജൂൺ 5 വരെയും ജീവനോടെ സൂക്ഷിക്കാമോ എന്നതാണ് യഥാർത്ഥ വെല്ലുവിളി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.